AI മോഡ്യൂൾ 4 ആണ്. സോ അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ് ഏജൻ്റ് ആണ്. നോളജ് ബേസ്ഡ് ഏജൻ്റ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഫസ്റ്റ് കീവേഡ് എന്ന് പറയുന്നത് നോളജ് ആണ്. നമ്മളുടെ ഏജൻറ്റിന് നോളജ് ഉണ്ടായിരിക്കണം നമ്മളുടെ റിയൽ വേൾഡിനെ പറ്റിയിട്ട്. എന്നിട്ട് ആ ഒരു നോളജിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ എന്തെടുക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് ആ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതിൻ്റെ റീസണിങ്ങും നമ്മളുടെ ഏജൻറ്റിന് അറിഞ്ഞിരിക്കണം. സോ ഇൻ ഷോർട്ട്, what is a knowledge based agent? An agent who is able to maintain an internal state of knowledge. അതായത് ആ ഒരു ഏജൻറ്റിന് നോളജ് സ്റ്റോർ ചെയ്യാനും എന്തുകൊണ്ടാണ് ആ നോളജ് ഉള്ളത് എന്നതിൻ്റെ റീസൺ അറിയാനും ആ ഒരു നോളജിനെ അപ്ഡേറ്റ് ചെയ്യാനും എന്നിട്ട് ആ ഒരു അപ്ഡേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നെസസറി ആക്ഷൻസ് എടുക്കാനും കെൽപ്പുള്ള ഏജൻസിനെയാണ് നമ്മൾ നോളജ് ബേസ്ഡ് ഏജൻ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എഗൈൻ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഏജൻറ്റിനെ പറ്റി സംസാരിക്കുകയാണ്. ആ ഏജൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം കുട എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു പ്രോംപ്റ്റാണ് ആൻസർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഏജൻ്റ് ആദ്യമേ ചുറ്റും നോക്കിയിട്ട് ഇഫ് ദർ ഇസ് റെയിൻ ഓർ നോട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. ഇഫ് റെയിൻ യെസ് ആണെന്നുണ്ടെങ്കിൽ ടേക്ക് അംബ്രേല എന്ന ഇൻസ്ട്രക്ഷൻ നമ്മളുടെ ഏജൻറ്റ് തരും. എൽസ് ആണെന്നുണ്ടെങ്കിൽ സണ്ണി ആണോ നോക്കും. ഓക്കെ, സണ്ണി ആണെന്നുണ്ടെങ്കിലും ടേക്ക് അംബ്രേല പറയും. അല്ല എന്നുണ്ടെങ്കിൽ നോ നീഡ് എന്നും പറഞ്ഞ് ഇവിടെ ഒരു മെസ്സേജ് തരുവാന്ന് വിചാരിക്കും. അപ്പം ഒരു നോളജ് ബേസ്ഡ് ഏജൻ്റ് എന്ന് പറയുമ്പോൾ അവർക്കുള്ളിൽ ഒരു നോളജ് ബേസ് കാണും. അപ്പോൾ അവിടെ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, മഴയുണ്ടെന്നുണ്ടെങ്കിൽ കുടയെടുക്കണം, മഴയില്ല എന്നുണ്ടെങ്കിൽ സണ്ണി ആണെന്നുണ്ടെങ്കിൽ കുടയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നോളജ് അവരതിനകത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ നമ്മൾ എക്സ്റ്റേണൽ സെൻസസ് ഒക്കെ യൂസ് ചെയ്ത് എക്സ്റ്റേണൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു നോളജ് ബേസ് വെച്ച് റെഫർ ചെയ്തിട്ട് ആക്ഷൻ എടുക്കണോ വേണ്ടോ എന്നുള്ളത് ഫൈനലൈസ് ചെയ്യും. ഒരു നോളജ് ബേസ്ഡ് ഏജൻറ്റിൻ്റെ രണ്ട് മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ടെന്ന് പറയുന്നത് നോളജ് ബേസും ഇൻഫറൻസ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒരു നോളജ് ബേസ്ഡ് ഏജൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് 5 കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പറ്റണം. ആദ്യത്തേത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. രണ്ടാമത്തത് പുതിയ പേഴ്സ്പെക്റ്റീവ്സ്, അതായത് എന്തെങ്കിലും ചേഞ്ച് ഇൻ ദി എൻവയറമെൻറ്റ് എന്തെങ്കിലും വന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് ഏജൻറ്റിനെ കൊണ്ട് സാധിക്കണം. മൂന്നാമത്തേത് നമ്മളുടെ ചുറ്റുമുള്ളതിനെ പറ്റിയിട്ട് ഒരു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഡിഡ്യൂസ് ചെയ്യാൻ സാധിക്കണം, അതായത് സ്റ്റേറ്റ്സും ലിങ്ക്സും ഒക്കെ യൂസ് ചെയ്തിട്ട്. നാലാമത്തത് ഈ ഏജൻറ്റിന് ലോകത്തിനെ പറ്റിയിട്ടുള്ള ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അഞ്ചാമത്തേത് ഏജൻറ്റിന് പ്രോപ്പർ ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റണം ആ ഒരു സ്റ്റേറ്റിന് അനുസരിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോളജ് ബേസ് ഏജൻറ്റ് ചെയ്യാനായിട്ട് പറ്റേണ്ടത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കിടെക്ചർ ഓഫ് നോളജ് ബേസ്ഡ് ഏജൻറ്റ്. നമ്മൾ ചില സമയത്ത് അതിനെ KBA എന്ന് വിശേഷിപ്പിക്കും. സോ നോളജ് ബേസ്ഡ് ഏജൻറ്റിന് നമുക്കൊരു എൻവയറമെൻ്റ് ഉണ്ട്. ഈ ഒരു എൻവയറമെൻറ്റിൽ നിന്നും ഇൻഫറൻസ് എഞ്ചിനിലോട്ട് നമുക്ക് നമ്മളുടെ ഇൻപുട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻഫറൻസ് എഞ്ചിൻ ഇൻപുട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇൻഫറൻസ് എഞ്ചിൻ നോളജ് ബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനനുസരിച്ചാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കും. ഈ ഒരു ഇൻഫറൻസ് എഞ്ചിന് ഈ നോളജ് ബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നോളജ് ബേസിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലേണിങ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എഗെയിൻ ഇൻഫറൻസ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറൈവിങ് ന്യൂ സെൻറ്റൻസ് ഫ്രം ഓൾഡ് എന്നുള്ളതാണ്. നമ്മൾ ഇൻഫറൻസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻഫറൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫറൻസ് എഞ്ചിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ റൂൾസ് അപ്ലൈ ചെയ്യാനായിട്ട് ആണ്. അപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ പോലെ തന്നെ മഴയുണ്ടെങ്കിൽ കുട എടുക്കണം. അപ്പം മഴയുണ്ടെങ്കിൽ കുട എടുക്കണം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഇൻഫർമേഷനെ ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഇൻഫറൻസ് എഞ്ചിൻ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് അതിൽ നിന്നും ഒരു മീനിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എഴുതിയെടുക്കുക എന്ന് പറയുന്നത്, മീനിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത് ഇൻഫറൻസ് എഞ്ചിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഇൻപുട്ട് ഇൻഫറൻസ് എഞ്ചിൻ എടുക്കുന്നത് നമ്മളുടെ എൻവയറമെൻറ്റിൽ നിന്നാണ്. എന്നിട്ട്
ഇൻഫറൻസ് എഞ്ചിൻ്റെ ഇൻപുട്ട് നമ്മൾ KB കൊടുക്കും, നോളജ് ബേസിലോട്ട് കൊടുക്കും. അതിൽ നിന്നും നോളജ് സ്റ്റോറിൽ നിന്നും നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മൾ അതിനനുസരിച്ച് ഔട്ട്പുട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നോളജ് ബേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സെൻട്രൽ കോമ്പണൻ്റ് ആണ്. നമ്മളൊരു ലൈബ്രറി ഒക്കെ ഇല്ലേ, ഒരു ലൈബ്രറിയോട് ഈക്വലൻ്റായിട്ട് നിങ്ങൾ നോളജ് ബേസ് കണ്ടാൽ മതി. അപ്പം നോളജ് ബേസിനകത്ത് നമുക്കുള്ളത് ഒരു കളക്ഷൻ ഓഫ് സെൻറ്റൻസസ് ആണ് ദാറ്റ് is expressed in the knowledge representation language. അപ്പം ഇങ്ങനെ കളക്ഷൻ ഓഫ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫാക്ട്സ് ആണ് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ പറ്റി. ലോകം എന്ന് പറയുമ്പോൾ വേൾഡ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഏജൻറ്റിൻ്റെ ചുറ്റുമുള്ള എൻവയറമെൻറ്റിനെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ നോളജ് ബേസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു നോളജ് ബേസ്, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു ലൈബ്രറി ഉണ്ട്. ഓക്കെ, ഈ ഒരു ലൈബ്രറിക്കകത്ത് പുസ്തകങ്ങളുണ്ട്. അപ്പം ഈ ഒരു പുസ്തകങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞാലും ഈ പുസ്തകങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല, പുതിയ പുതിയ പുസ്തകങ്ങൾ വരും, അല്ലെങ്കിൽ പുതിയ പുതിയ കൺസെപ്റ്റ്സ് വരും. നമ്മൾ ഉള്ള ബുക്സിൻ്റെ കളക്ഷനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളുടെ നോളജ് ബേസ് അപ്ഡേഷൻ ചെയ്യും, നോളജ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ സിറ്റുവേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ എക്സ്പീരിയൻസസ് വരുമ്പം അതിൽ നിന്ന് പഠിച്ച് നോളജ് ബേസ് അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഇനി അടുത്ത പ്രാവശ്യം നമുക്കൊരു പ്രോംപ്റ്റോ ക്വസ്റ്റ്യനോ വരുമ്പോൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനായിട്ട് നോളജ് ബേസിനെ കൊണ്ട് സാധിക്കും. അപ്പം അതാണ് നോളജ് ബേസ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നോളജ് സൈക്കിളിൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വരുന്നതാണ് പെർസെപ്ഷൻ. ചുറ്റുമുള്ള കാര്യങ്ങളെ കാണാൻ, നിരീക്ഷിക്കാൻ സെൻസേഴ്സ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് ചുറ്റുമുള്ള എൻവയറമെൻറ്റിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പെർസെപ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ലേണിംഗ്. ഈ ഒരു ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുമല്ലേ, അതിൻ്റെ കുറേയൊക്കെ റീസണിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂന്നാമത്തേത് നോളജ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റീസണിങ്. നമ്മൾ ഈ പെർസെപ്ഷനും ലേണിങ്ങിലൂടെയൊക്കെ കിട്ടിയ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ, അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ എഴുതിയത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നത്. നാലാമത്തേത് പ്ലാനിങ് എന്ന് പറയുന്നത്, ഇപ്പം ഒരു ആക്ഷൻ നമുക്ക് തന്നു. ഓക്കെ, ഇപ്പം എനിക്കൊരു ഒബ്ജക്റ്റിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് വെക്കണം. അതിനെങ്ങനെയാണ് എനിക്കുള്ള എക്സിസ്റ്റിംഗ് നോളജ് വെച്ച് എനിക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുന്നത്, ഏതൊക്കെ നെസസറി ആക്ഷൻസ് എടുത്താണ് എനിക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു നോളജ് സൈക്കിളിൽ നമ്മൾ പഠിക്കുന്നത്.